താങ്ക് യു ജോർജ്. അടുത്തതായി സ്മാരക പ്രഭാഷണമാണ്. മുസ്ലിം സ്ത്രീ വക്കം മൗലവിയുടെ നിലപാടും ഇന്നിൻ്റെ യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്താനായി ഡോക്ടർ ഖദീജ മുംതാസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലെ ബഹുമാന്യരായ വ്യക്തികളെ, ധാരാളം പ്രമുഖരായ ചിന്തകരായ വ്യക്തികൾ ഉണ്ട് എന്നറിയാം. ഞാനിപ്പോൾ സുജ വളരെ കൂടുതൽ എനിക്ക് തോന്നുന്നു വക്കം മൗലവിയുടെ പ്രസക്തിയെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു. സ്വദേശാഭിമാനി പല തരത്തിലാണ് നമ്മൾ വക്കം മൗലവിയെ വിലയിരുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സദസ്സിലിപ്പോൾ വക്കം മൗലവിയെ പല രീതിയിൽ കാണുന്നവരുണ്ടാകാം. ഒന്ന്, സുജ പറഞ്ഞതുപോലെ തന്നെ നവോത്ഥാനമോ അതല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ എടുക്കുന്നത്. തിരുവിതാംകൂറിലെ രാജഭരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് തന്നെ അണിചേർന്നുകൊണ്ടുള്ളത് ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖ പടവ് തന്നെയായിരുന്നു സ്വദേശാഭിമാനി പത്രം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റി കൂടുതൽ കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ നാടുകടത്തലിനെ പറ്റി കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ സഹനത്തെപ്പറ്റി കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റി കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ബി കല്യാണിയമ്മ എഴുതിയ വ്യാഴവട്ട സ്മരണകളെ പറ്റി കേൾക്കുന്നു, സ്വദേശാഭിമാനി പുരസ്കാരത്തിനെ പറ്റിയും നമ്മൾ കേൾക്കുന്നു. പക്ഷേ വക്കം മൗലവിയെ പറ്റി അത്രയ്ക്കൊന്നും കേൾക്കുന്നില്ല. ഞാനിങ്ങോട്ട് പോരുമ്പോൾ തന്നെ ട്രെയിനിലിരുന്നു കൊണ്ട് പരിചയപ്പെട്ട ഒരു കുടുംബം, ഒരു എഴുത്തുകാരിയുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരാളുടെ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയില്ല. അവർ കുറേ കാലമായിട്ട് പ്രവാസിയാണ് എങ്കിൽ പോലും അറിയില്ല. പക്ഷേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അവർക്ക് എന്തൊക്കെയോ സ്മരണകൾ ഉണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിലൊരു തഴയപ്പെട്ട, അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. നമ്മുടെ സാമൂഹ്യ രംഗത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ആയിരിക്കാം. അത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ആ രീതിയിൽ വക്കം മൗലവിയെ നോക്കിക്കാണുന്നവർ ഉണ്ട്. സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വക്താവായിട്ട് നോക്കിക്കാണുന്നവരുണ്ട്. മതനവീകരണത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ തന്നെ കാണുന്നവരുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഈ ആർട്ടിക്കിളുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അദ്ദേഹം അദ്ദേഹം കടന്നു പോയിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. മതം, ആത്മീയത, മനുഷ്യജീവിതത്തിൻ്റെ നിയോഗം എന്താണ് എന്നുള്ള രീതിയിലുള്ള ചില ആലോചനകൾ, ശാസ്ത്രത്തെപ്പറ്റി അത്തരത്തിലുള്ള ചില ചിന്തകൾ ഒക്കെ വളരെ തത്വചിന്താപരമായിട്ട് തന്നെ അദ്ദേഹം എഴുതിയതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ താൻ ജീവിച്ച കാലത്തെ രാഷ്ട്രീയത്തെ, ആ ഒരു കാലത്തെ കൃത്യമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. വളരെ ഉൾക്കാഴ്ചയോടുകൂടി തന്നെ ദേശീയ അന്തർദേശീയ രാഷ്ട്രീയം, ലോകമഹായുദ്ധങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാശ്മീർ പ്രതിസന്ധിയെ പറ്റി അദ്ദേഹം എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വക്കം മൗലവി ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മുസ്ലിം സ്ത്രീയെ പറ്റിയാണ്. മുസ്ലിം സ്ത്രീയെ പറ്റി ഞാൻ കാണുന്ന മൗലവി ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന മൗലവിയിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കാം. അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അദ്ദേഹം നല്ല മതവിശ്വാസിയായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല മതവിശ്വാസിയായിരുന്നു. തൗഹീദ് എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസം, ഇസ്ലാമിൻ്റെ ആ ഒരു ഏകദൈവ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയത, ആ ഒരു മതത്തിൻ്റെ ആത്മീയത അല്ലെങ്കിൽ ദൈവശാസ്ത്രം അതാണ്. അതിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം സമ്മതിക്കില്ലെങ്കിൽ പോലും പക്ഷെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങൾ സമാനമാണ് എന്ന് തന്നെയാണ്. മനുഷ്യ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭൗതിക തലത്തിലുള്ള ജീവിതത്തെ സംബന്ധിക്കുന്ന ആശയങ്ങൾ എല്ലാ മതങ്ങളിലും സമാനമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മതസ്ഥരുമായിട്ടും അദ്ദേഹത്തിന് വളരെ അടുത്ത ആത്മബന്ധം പുലർത്താൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ യുക്തിവാദിയായിരുന്നു, പക്ഷെ അദ്ദേഹവുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു.
കൊടുങ്ങല്ലൂരിലെ നവോത്ഥാന ഐക്യസംഘം അതൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ മതസ്ഥരെയും, വിശ്വാസിയായിരുന്നു കൊണ്ട് തന്നെ എല്ലാ മതസ്ഥരെയും മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെയും അംഗീകരിക്കുന്ന ഒരാൾ തന്നെ ആയിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ചിരുന്ന ചില കളിയാക്കി വിളിച്ചിരുന്ന ശുദ്ധിവാദി, വഹാബി എന്നൊക്കെ മതത്തിനകത്തു നിന്നുള്ളവർ എല്ലാവരും ഇദ്ദേഹം മതനവീകരണത്തിൻ്റെ വക്താവായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന് നിരന്തരം എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പലപ്പോഴും കുറച്ച് കാലം നിലനിൽക്കുകയും അതിനുശേഷം അത് പൂട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണോ സ്വദേശാഭിമാനിയെ പൂട്ടിച്ചത്, അതേപോലെ തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിനെ ഉദ്ദേശിച്ചിട്ട് പുറത്തിറക്കിയ മുസ്ലിം, അതേപോലെ തന്നെ അൽ ഇസ്ലാം, ഇവയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിലച്ചു പോകുന്നുണ്ട്. അതിൻ്റെ പിറകിലുണ്ടായിരുന്ന മതത്തിനകത്ത് തന്നെയുള്ള യാഥാസ്ഥിതിക സമൂഹം ആയിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് അദ്ദേഹം ദീപിക എന്നുള്ള ഒരു പ്രസിദ്ധീകരണവും തുടങ്ങുന്നത്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളും വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പത്രമായിരുന്നല്ലോ അത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തെ ശുദ്ധിവാദി അല്ലെങ്കിൽ വഹാബി എന്നൊക്കെ വിളിച്ചിരുന്നു എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇസ്ലാം മതത്തിനകത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളിൽ പലതിനെയും നിശ്ചിതമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാം മതം വന്ന സമയത്ത് ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരവുമായിട്ട് കലകളിലായാലും സാഹിത്യത്തിലായാലും ആചാരങ്ങളിലായാലും ഒരു ജൈവപരമായ കൊടുക്കൽ വാങ്ങലുകൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആ രീതിയിൽ കാണേണ്ടതുമില്ല. വക്കം മൗലവിയും അങ്ങനെ കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവത്തോട് പങ്കുകാരെ ചേർക്കുന്ന വിധത്തിലുള്ള ശവകുടീര പ്രാർത്ഥന, ഖബർ തീർത്ഥാടനം, മുഹറത്തിലെ ചില പ്രാകൃത അനുഷ്ഠാനങ്ങൾ, അത് ഷിയാക്കളാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ചെയ്യാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തും അങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്ന് കേട്ടു അക്കാലത്ത്. അതിനെയൊക്കെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാലത്ത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് പോലും ആധുനിക വിദ്യാഭ്യാസം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്താണ് വക്കം മൗലവിയുടെ കാലം അതാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയോട് ഒരുപക്ഷെ ആ ഒരു ആൻറ്റി കൊളോണിയൽ സമീപനം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം. പോർച്ചുഗീസ് കാലം മുതലുള്ള ഒരു കൊളോണിയൽ ശക്തികളോട് നിരന്തരം പൊരുതിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട്. അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ആ ഒരു ആൻറ്റി കൊളോണിയൽ സമീപനത്തിൻ്റെ ഫലമായിട്ട് വൈദേശിക ഭാഷകളോട്, ഇംഗ്ലീഷ് ഭാഷയോട്, ഈവൻ മലയാളത്തോട് പോലും, ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മലയാളത്തിനോട് പോലും പുറന്നിരിഞ്ഞു നിന്നുകൊണ്ടാണ് അറബി മലയാളം പോലെയുള്ള ഒരു ഭാഷയിൽ മാത്രം സാഹിത്യ രചനകൾ നടത്തുന്നത്. വാസ്തവത്തിൽ രചനകൾ നടത്തിയവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ വായിക്കുന്നവർ അതുമാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അറബി മലയാളത്തിൽ ഉള്ള വായന, പഠനം മാത്രം സ്വീകരിച്ച ഒരു സമൂഹമായിരുന്നു. അവരെ അദ്ദേഹം മാറ്റിയെടുക്കുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ വളരെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്മൾ നവോത്ഥാന നായകനായിട്ട് എടുക്കുന്ന മക്തിത്തങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ, സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് വക്കം മൗലവിക്ക് ഉണ്ടായിരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച മൗലവിയുടെ പുരോഗമന ആശയങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഖുർആനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു വളരെ ഉപരിപ്ലവമായിട്ട് വാച്യാർത്ഥത്തിലെടുക്കാതെ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഖുർആനിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, മനുഷ്യ സമത്വമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലായിരുന്നു. കാരണം അത്തരത്തിലാണ് അദ്ദേഹം ഖുർആനെയും സുന്നത്തിനെ പോലും മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹം തൗഹീദ്, ദൈവവിശ്വാസം, ഏകദൈവ വിശ്വാസം എന്നതുപോലെ തന്നെ
പ്രാധാന്യമുള്ളതായിട്ട് അദ്ദേഹം എടുക്കുന്നത് ഇജ്തിഹാദ്. ഇജ്തിഹാദ് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര വിധിക്കുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് എന്ന് അദ്ദേഹം ഖുർആനും സുന്നത്ത് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ അദ്ദേഹം എന്തൊക്കെയാണ് ഈ മതകാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര വിധിക്കുള്ള അവകാശം ഒരു വിശ്വാസിക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. അതേപോലെ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ സുജ പറയുണ്ടായി പുതുക്കിക്കൊണ്ടിരിക്കണം, അത് കൃത്യമായിട്ട് അദ്ദേഹം അതിൽ പറയുന്ന ആ വാചകത്തിലുണ്ട്. അതായത് ലൗകിക വിഷയങ്ങളിൽ അപ്പോഴപ്പോഴത്തെ സ്ഥിതികൾക്കനുസരിച്ച് ഗുണമാണെന്ന് കാണുന്ന കാര്യങ്ങളെ സ്വാഭിപ്രായമനുസരിച്ച് സ്വീകരിക്കാൻ അനുവദിക്കുന്ന പൊതുവിധികളുണ്ട് ഈ ഖുർആനിലും. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാത്തത് കൊണ്ടാണ്. കാലത്തിനനുസരിച്ച് കാലം സ്തംഭിച്ച് നിൽക്കുന്നില്ല. 1400 വർഷം മുമ്പ് സ്തംഭിച്ച് നിൽക്കുകയല്ല, കാലം മുന്നോട്ട് പോവുകയാണ്. പുതിയ പുതിയ ആശയങ്ങളോ പുതിയ എന്താ പറയേണ്ടത് പ്രതിസന്ധികളോ ഘട്ടങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം പറയുന്നത് യുക്തി വിചാരത്തിന് സ്ഥാനമുണ്ട് ഇസ്ലാമിൽ, ന്യായാവകാശത്തിന് സ്ഥാനമുണ്ട്, പൊതു നന്മ നോക്കണം, അനുമാനം, നമുക്ക് പലതും അനുമാനിക്കാൻ പറ്റും. ബുദ്ധി കൊടുക്കുന്നില്ലേ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആനിൽ പലയിടത്തായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കൂ, അല്ലാതെ ഒരു വാചകം ആ ഒരു പ്രത്യക്ഷാർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കൂ എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിനും ഇടയിൽ വിരുദ്ധ ഭാവം വരുമ്പോൾ ബുദ്ധിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കണം. എത്ര സ്വതന്ത്ര ചിന്തയാണെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ ബുദ്ധിക്കാണ്, അങ്ങനെ പറയാൻ വഴിയില്ല. അങ്ങനെ പറയാം സ്ത്രീയെ അടിക്കണം എന്നൊരു ദൈവം പറയുമോ? പറയില്ല. അപ്പോൾ അതിന് നമുക്ക് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും ആ വാചകത്തിനെ എന്നാണ് അദ്ദേഹം ബുദ്ധിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക. ആത്മീയ വിഷയങ്ങൾ ഭേദപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ ലൗകിക വിഷയങ്ങളിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്ത നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത് ഇസ്ലാമിക് ലോ ഇൻ സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഹമ്മദ് കുരിയയുടെ ഒരു വലിയ ഗ്രന്ഥമുണ്ട്. മുഹമ്മദ് കുരിയ എന്ന് പറയുന്നത് ഒരു മലയാളിയായ വളരെ ചെറുപ്പക്കാരനായ വിദേശ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ടുള്ള ഒരു ചരിത്ര അധ്യാപകനാണ്, ചരിത്ര ഗവേഷകനും കൂടിയാണ് മുഹമ്മദ് കുരിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം അതിൽ ഇസ്ലാമിക് ലോസിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്ലാമിക് ലോ എന്ന് പറയുമ്പോൾ ശരീഅത്ത് നിയമങ്ങൾ, നമ്മുടെ ജീവിതത്തിനെ സമഗ്രമായിട്ട് ബാധിക്കുന്ന നിയമങ്ങളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം, അതിൻ്റെ ക്രീം വാചകമായിട്ട് എനിക്ക് തോന്നിയത്, ദർ ഈസ് നത്തിങ് ലൈക്ക് ഇസ്ലാമിക് ലോ അൺലെസ് ഇറ്റ് ഈസ് കോണ്ടെക്സ്റ്റലൈസ്ഡ് ആൻഡ് പ്രൊവിൻഷ്യലൈസ്ഡ്. അത് അദ്ദേഹം ആ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയെടുത്തതാണ്. ഓരോ പ്രദേശങ്ങളിൽ അത് വ്യത്യാസം വരുന്നുണ്ട്, ഇസ്ലാമിക് ലോകൾ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ കാലത്തിനനുസരിച്ചും വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഹമ്മദ് കുരിയ പറയുന്ന ആ വാചകമാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമുക്കറിയാം പഴയ കാലത്തെ അറേബ്യൻ കുടുംബ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട്, നമ്മുടെ കുടുംബം മാറിയിട്ടുണ്ട്. വക്കമൗലവിയുടെ കാലത്തെ കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് പോലും നമ്മൾ മാറിയിട്ടുണ്ട്. 1932 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കണ്ട മുസ്ലിം സ്ത്രീ അല്ല ഇന്നത്തെ മുസ്ലിം സ്ത്രീ. അവൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. മൊത്തത്തിൽ ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും വളരെ ദരിദ്ര ജനകോടികളായ മുസ്ലിങ്ങളിൽ വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ തരത്തിലും അവശത അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ പോലും പൊതുവേ സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അതേപോലെ ഭരണഘടന നൽകുന്ന സമത്വം, സ്വാതന്ത്ര്യം, നീതി, സ്വാഭിമാനം, ഇതൊക്കെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് UN-ൻ്റെ മനുഷ്യാവകാശ പ്രമേയത്തിൽ ഒപ്പുവെച്ചൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് അവർക്കറിയാം. സ്ത്രീകൾക്ക് എതിരെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ചെയ്യാൻ പാടില്ല എന്ന UN-ൻ്റെ പ്രമേയം ഉണ്ട് ഇന്ത്യ. ഇതൊക്കെ ഒപ്പുവെച്ച് ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പല വംശങ്ങളുടെ മേലും നടക്കുന്ന കാര്യങ്ങളൊക്കെ പലസ്തീനിലും ഗസയിലും ഒക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം. മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അങ്ങേയറ്റം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ജീവിക്കുന്ന രാജ്യം ഇതെല്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ നേരത്തെ സുജ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഖുർആൻ്റെ നവോത്ഥാനമല്ല വാസ്തവത്തിൽ, ഇസ്ലാമിൻ്റെ നവോത്ഥാനം എന്നല്ല നമുക്ക് പറയേണ്ടത്. ഇസ്ലാം തന്നെ
വാസ്തവത്തിൽ എല്ലാ പണ്ഡിതരും പറയുന്നതാണ്, സ്ത്രീക്ക് ഏറെ ബഹുമാന്യത കൊടുക്കുന്നു എന്നാണ് ജ്ഞാനികൾ പറയുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇന്ത്യയിലെത്തിയ ഇസ്ലാം വാസ്തവത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികളെ പോലും വാസ്തവത്തിൽ സ്വാധീനിക്കുകയും ഒരർത്ഥത്തിൽ അതിനെ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെറുതെ പറയല്ല, അത് ചരിത്രകാരന്മാരും സോഷ്യോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് തന്നെയാണ്. ഒന്ന്, വിവാഹം ഒരു കരാറ് മാത്രമാണ് ഇസ്ലാമിൽ, ഒരു കരാറാണ്. നമുക്കത് ആ കരാറ് ലംഘിക്കപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു വരാൻ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. അതേപോലെ ഇസ്ലാമിക വൈവാഹിക നിയമങ്ങൾ ഇന്ത്യയിലെത്തിയ കാലം മുതൽ ഈ ഉപഭൂഖണ്ഡത്തിലെ സ്ത്രീ ജീവിതത്തെ പൊതുവെ പരിഷ്കരിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി നിയമവിഭാഗം പ്രൊഫസറും മനുഷ്യാവകാശ പ്രവർത്തകനും ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും ഒക്കെയായിരുന്ന താഹിർ മുഹമ്മദ് ആണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അതേപോലെ ഇന്ത്യൻ സ്ത്രീക്ക് കുടുംബസ്വത്തിൽ അവകാശമേ ഇല്ലാതിരുന്ന കാലത്താണ് പുരുഷൻ്റെ പകുതിയെങ്കിലും സ്ത്രീക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്ലാം മതം ഇവിടെ വരുന്നത്. വാസ്തവത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു സന്ദേശം പോലും ഹിന്ദു സമൂഹത്തിലൊക്കെ എത്തിയത് അതിലൂടെയാണ് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇസ്ലാം ഇന്ന് മറ്റ് മതങ്ങളിലെ നിയമങ്ങളൊക്കെ പരിഷ്കരിക്കുകയും മുന്നോട്ട് പോവുകയും കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു മതമായിട്ട് ഇസ്ലാമിന് പഴി കേൾക്കേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. പൗരോഹിത്യത്തിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞൊരു മതമാണിത്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? പൗരോഹിത്യത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ മതമാണ് ക്രിസ്ത്യാനിറ്റിയും. അതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇസ്ലാമിലും അത്ര ശക്തമല്ലെങ്കിൽ കൂടി പൗരോഹിത്യം ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പുതിയ നിയമങ്ങൾ, മതനിയമങ്ങൾ ഈ ഖാസിമാരും മൗലവിമാരും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സ്ത്രീയെ വീട്ടിനകത്ത് അടക്കിയിരുത്താൻ, അവളുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ, അവളുടെ ആവിഷ്കാരങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കാൻ പുതിയ ശാസ്ത്രീയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് യൂട്യൂബ് വീഡിയോ, റീൽസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇത്തരം മൗലവിമാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മതവിരുദ്ധവും സ്ത്രീവിരുദ്ധം മാത്രമല്ല മതവിരുദ്ധം കൂടിയാണ് എന്നുള്ളത് പറയാൻ ആരും ഇല്ലാതായി പോയൊരവസ്ഥ ഉണ്ട് എന്നും പറയേണ്ടി വരും. അപ്പോഴാണ് ഞാൻ ഹലീമ ബീവിയെ ഓർക്കുന്നത്. ഹലീമ ബീവിയുടെ ചരിത്രമൊക്കെ എഴുതിയ നൂറയും നൂർജഹാൻ നൂറ അവിടെയുണ്ട് അല്ലേ? ഈ ഹലീമ ബീവി എന്ന് പറയുന്ന ഈ മുസ്ലിം നവോത്ഥാന നായികയായിട്ട് ആരൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. വാസ്തവത്തിൽ അവർ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും വക്കം മൗലവിയായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. വക്കം മൗലവിക്ക് വലിയ സ്നേഹമുണ്ടായിരുന്നു ഇവരോട്. അതേപോലെ തന്നെ സ്ത്രീ സമ്മേളനങ്ങൾ, വലിയ സ്ത്രീ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വനിതയാണ്. അവരുടെ ചരിത്രമൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കണം. അതാണ് ഈ നൂറയും നൂർജഹാനും കൂടി അവരെ പറ്റിയുള്ളൊരു പുസ്തകം പുറത്തേക്ക് കൊണ്ടുവന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഹലീമ ബീവി ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. ഒരു മതപ്രഭാഷകൻ വന്നിട്ട് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടും ഒരർത്ഥത്തിൽ മതവിരുദ്ധവുമായിട്ടുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹലീമ ബീവി സദസ്സിലുണ്ട്. അവർ അവിടെ നിന്ന് പ്രതിഷേധിച്ചിറങ്ങി പോവുകയാണ്. ഇതൊന്നും ഇസ്ലാമികമല്ല, അല്ലെങ്കിൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഹലീമ ബീവി ഞാൻ അടുത്ത ദിവസം തന്നെ ശരിക്കുള്ള മതപ്രഭാഷണം ഇവിടെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിത്തിൻ ഡേയ്സ് അവർ ഒരു മതപ്രഭാഷണ പരമ്പര, സ്ത്രീയെ അംഗീകരിക്കുന്ന മനുഷ്യത്വമുള്ള മൗലവിമാരും ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് അത്തരത്തിൽ അതൊന്നും പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. സ്ത്രീകളും മതവും എന്ന ലേഖനത്തിൽ വക്കം മൗലവി പറയുന്നുണ്ട്, സമുദായത്തിൻ്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ പരിഷ്കാരം അതിലെ ഓരോ അംഗങ്ങളുടെയും പരിഷ്കാരത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സ്ത്രീകൾ പുരുഷൻ്റെ സഹകാരിണികളാണ്. ഒരുപക്ഷെ സുജ പറഞ്ഞ കാര്യം
അന്ന് മുസ്ലിം പുരുഷന്മാർ മാത്രം വിദ്യാഭ്യാസം നേടിയിരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അവർ കൂടി വിചാരിച്ചാൽ മാത്രമേ ഇവർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ പറ്റുമായിരുന്നൊരു കാലത്താണ് അങ്ങനെ ഒരു അഭിപ്രായം. നമ്മൾ കാലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഏത് നവോത്ഥാന നായകൻ്റെയും അല്ലെങ്കിൽ ഏത് എഴുത്തുകളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ കൂടി ആലോചിക്കേണ്ടതുണ്ട്. ആ ഒരു കാലം എന്തായിരുന്നു? സ്ത്രീകൾ പുരുഷൻ്റെ സഹകാരിണികളാണ്. അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട്, സദാചാരം പുരുഷൻ എന്ന പോലെ സ്ത്രീക്കും പ്രധാനമാണ്, പുരുഷൻ എന്ന പോലെ സ്ത്രീക്കും പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നുണ്ട്, ഗുണസമ്പന്നയായ മാതാവിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങൾ വളരണം. ആ കുഞ്ഞുങ്ങൾ വളരണം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, സ്ത്രീകളെ ബഹുമാനിക്കാൻ ഉള്ള ഒരു പഠനം കൂടി സ്ത്രീ വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ. സ്ത്രീയെ ബഹുമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. മക്കളെ വളർത്തൽ സ്ത്രീയുടെ മാത്രം ആണ് എന്ന് അതിന് ഉദ്ദേശമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ത്രീ കൂടുതൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പുരുഷന്മാരുടെ ഇടയിൽ വിധികർത്താക്കളായിരിക്കാനും പൊതുകാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും ഇസ്ലാം മതം സ്ത്രീയെ അനുവദിച്ചിട്ടുണ്ട്. തങ്ങളുടെ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനും കച്ചവടം ചെയ്യാനും അവർക്കാവും. സ്ത്രീ ഭർതൃഗൃഹത്തിൽ ബഹുമാന്യയായ നായികയായിരിക്കണം. ഭർതൃ ശുശ്രൂഷണം സ്ത്രീകൾക്ക് കഠിന നിർബന്ധമെന്ന് കൽപ്പിക്കാത്ത ഏക മതമാണ് ഇസ്ലാം. ഭർതൃപൂജ എന്നാണ് ഹിന്ദു മതത്തിലൊക്കെ പറയുന്നത്. ഇതങ്ങനെയല്ല, സഹകാരിണി മാത്രമാണ്. അവൾ പുരുഷന് ബഹുമാനിതയായ സഹകാരിണി മാത്രം. ഒപ്പം ഇതും പറയുന്നുണ്ട്, പുരുഷന്മാരുടെ നില ഉയരാതിരിക്കുന്നിടത്തോളം കാലം സ്ത്രീകളുടെ നില ഉയരുകയില്ല. ഇതും സത്യമാണ്. അത് പുതിയ കാലത്തും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്, സാമൂഹ്യ നിരീക്ഷകർ പൊതുവേ പറയുന്നൊരു കാര്യം, നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സ്ത്രീകൾ ചിന്തകളിലും അവബോധങ്ങളിലും ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. പക്ഷേ പുരുഷൻ പരമ്പരാഗത മതം നൽകുന്ന ശീതള ഛായകളിൽ മയങ്ങി നിൽക്കുകയാണ് ഇന്നും. വാസ്തവത്തിൽ അതാണ് അവർക്ക് സുഖകരം, അവർക്ക് നല്ലത് അതാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണമൊക്കെ ഒരുക്കി തരാനൊക്കെ ഒരു സ്ത്രീ ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യത്തിലും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുരുഷന് വളരെ സന്തോഷകരമായ കാര്യമായതുകൊണ്ട് കൂടിയാണ് പുരുഷൻ മുന്നോട്ട് വരാത്തത്. ഇതിൻ്റെ ഇത് നമ്മൾ ഇസ്ലാം മതത്തിൽ മാത്രം പറയുന്നതല്ല, എല്ലാ മതത്തിലെയും പുരുഷന്മാർ ഇത് തന്നെയാണ്. ഈ മുന്നോട്ട് വന്ന സ്ത്രീയും ഇപ്പോഴും പുറകിലായ പുരുഷനും തമ്മിലുള്ള ഘർഷണങ്ങളാണ് ഇന്ന് പല ദാമ്പത്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നതും. ഇതിൽ മതഭേദമില്ലാതാനും അസഹനീയമായ ദാമ്പത്യത്തിൽ നിന്ന് ധൈര്യപൂർവ്വം പുറത്തു വരുന്നവരിൽ അധികവും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ധൈര്യം കാണിക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മുസ്ലിം പെൺകുട്ടികൾ പുറത്തു വരുന്നുണ്ട്. അതേപോലെ സാമൂഹ്യ അക്കാദമിക് രംഗങ്ങളിൽ അവർ മുന്നോട്ട് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തനത്തിലെ ആർജവം ഒക്കെ ഒരു ആത്മാർത്ഥത ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഞാൻ കാണുന്ന ഒന്നാണ്. പഞ്ചായത്ത് തലത്തിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അത്രമാത്രം ശ്ലാഘനീയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നോർത്തിലൊക്കെ മുസ്ലിം സ്ത്രീകളുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണെന്ന് പറയുമ്പോൾ പോലും സാമൂഹ്യ രംഗത്തും മറ്റ് അക്കാദമിക് രംഗങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ മലയാളി സ്ത്രീകളെയൊക്കെ നിഷ്പ്രഭരാക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ട് താനും. അപ്പം ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഫോർജം എന്ന് പറഞ്ഞിട്ട്. അതിനെപ്പറ്റി കൂടി പറയാം. ഫോർജം എന്ന് പറഞ്ഞാൽ ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് ഫോർജം. അതിൻ്റെ മുമ്പത്തെ പേര് വേറെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിലത്ര വലിയൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത്. പക്ഷെ ആ ഒരു സംഘടനയിൽ അംഗമാകണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പ്രധാനമായിട്ടും ഈ പിന്തുടർച്ചാവകാശ നിയമം ആണ് അവർ പ്രധാനമായിട്ട് ഡീൽ ചെയ്തിരുന്നത്. അവർ എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് പേരുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ വളരെ മടിച്ചൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മുസ്ലിം സ്ത്രീ, ഒരു ഉമ്മ, അതിന് 3 പെൺമക്കൾ. അതിൻ്റെ ഭർത്താവ് ഒരു എക്സ് പ്രവാസിയായിരുന്നു. അയാൾ തിരിച്ചു വന്നു. പിന്നെയും കാര്യമായ സമ്പാദ്യമൊന്നുമില്ല, എങ്ങനെയൊക്കെയോ കുറേ കടമൊക്കെ വാങ്ങിയൊരു വീട് പകുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണും മരിച്ചു പോവുകയാണ്.
മരിച്ചു പോകുമ്പോൾ ഈ ഉമ്മയും 3 മക്കളാണുള്ളത്. അതിലൊരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു പെൺകുട്ടി ഡൈവോഴ്സ്ഡാണ്, ഒരു പെൺകുട്ടി മാത്രം കുറച്ചൊരു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു ഈ വീട് നമുക്ക് ആവശ്യമില്ല, ഇത്രയും വലിയൊരു വീട് വേണ്ട, അത് വിറ്റിട്ട് ഒരു ചെറിയ വീട്ടിലേക്ക് മാറാം, എന്നിട്ട് ലോണൊക്കെ തീർക്കാം. അങ്ങനെ ഇവർ വിചാരിച്ചു. ഇത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതിന് വേറെ അവകാശികൾ വരുന്നത്. കാരണം പെൺമക്കൾ മാത്രമുള്ള അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ 1/3 അവകാശികൾ ഉപ്പയുടെ സഹോദരങ്ങളാണ്. 1/3. അപ്പോൾ അവർ പറയണം ഞങ്ങളുടെ സമ്മതമില്ലാതെ ഇത് വിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഇവർ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഖാസിയുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്, പള്ളി കമ്മിറ്റിയുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്. അവർ പറഞ്ഞു യാതൊരു രക്ഷയില്ല, ഇസ്ലാമിക് ലോ അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ, അനുസരിക്കുക തന്നെ. ഒരു ബ്രദറാണെങ്കിൽ നാട് വിട്ട് പോയിരിക്കുന്നത്, എവിടെയാണെന്നറിയില്ല അയാൾ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ജീവിക്കാൻ പണമില്ല, ഡൈവോഴ്സ്ഡായ ഒരു മകളാണ് ഉള്ളത്, ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഇതാണ്. അപ്പോൾ വക്കം മൗലവി ഇസ്ലാമിലുണ്ടെന്ന് പറയുന്ന ഒരു ന്യായാവകാശം, യുക്തിവിചാരം, ഇതൊക്കെ ഇവിടെ മുടക്കാച്ചിരക്കാവുന്നുണ്ട്. ഇതിപ്പോൾ വലിയ പൈസയുള്ളൊരു വീട്ടിലാണെന്ന് വിചാരിക്കുക. ഒരു ഒറ്റ മകളുള്ള ഒരു ബിസിനസ്സുകാരൻ, അച്ഛനും മോളും കൂടി നന്നായിട്ട് ബിസിനസ് നടത്തുകയാണ്. അച്ഛനങ്ങ് മരിക്കുന്നു ഒരു ദിവസം. ഇവളുടെ ബിസിനസ് നടത്താൻ ഇവൾക്ക് പറ്റില്ല, ഇവളുടെ കാറൊന്ന് വിൽക്കാനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ പോലെ സർവ്വ സാധനത്തിൻ്റെ മുകളിലും 1/3 അവകാശം അച്ഛൻ്റെ സഹോദരങ്ങൾക്കാണ് എന്ന് മാത്രമല്ല, ബിസിനസ് ആയതുകൊണ്ട് അവരെല്ലാം ഞങ്ങൾ നടത്തിക്കൊള്ളാം, നീ വീട്ടിലിരുന്നോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ നടന്ന സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ആദ്യം പറഞ്ഞ ആ സ്ത്രീയുടെ അനുഭവത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഈ ഫോർജമിൻ്റെ ഒരു ബോധന പുസ്തകം തുടങ്ങുന്നത്. ഇവരുടെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാനിതിൽ ആക്റ്റീവ് ആവുന്നതും. അപ്പോൾ ഈ നിയമങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ അതും അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 4 സ്കൂളുകളാണ്, പ്രധാനമായിട്ടും 4 നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറയുന്ന 4 സ്കൂൾസ് ഓഫ് തോട്ടുകളാണ് ശരിയത്ത് നിയമങ്ങളെ പറ്റിയുള്ള. ഇത് മുഴുവനൊന്നും ഖുർആനിലില്ല എന്ന് മുസ്ലിങ്ങളായവർക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ പുസ്തകങ്ങൾ ഇറങ്ങിയത് 9-ാം നൂറ്റാണ്ടിലാണ്. പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല 9-ാം നൂറ്റാണ്ടിൽ. ഈ സ്കൂളുകളുണ്ടായി വന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. ഒരു 14-ാം നൂറ്റാണ്ടിലാണ് ഈ സ്കൂൾസ് ഓഫ് തോട്ടിനെ അധികരിച്ചു കൊണ്ടുള്ള നിയമ പുസ്തകങ്ങൾ വരുന്നത്. ശരിയ എന്ന് പറയുമ്പോൾ നിയമമാണല്ലോ, മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന നിയമം. അപ്പോൾ ഈ നിയമപുസ്തകങ്ങൾ ഉണ്ടാകുന്നത് ഒരു 14-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. ഈ അൽ ഷാഫി എന്ന് പറയുന്ന വിഭാഗം, ആ ഒരു തോട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പൊന്നാനിയിൽ വന്നിരിക്കുന്നത്. പൊന്നാനി അൽ ഷാഫി വരുന്നു, അത് പിന്നെയും മാറുന്നു. ഓരോ പ്രദേശത്തും അത് മാറുന്നുണ്ട്. പൊന്നാനിയിൽ അത് മാറിയെന്ന് മാത്രമല്ല, അത് ഭയങ്കര കർശനമായ നിബന്ധനകൾ കൊണ്ടുവരുന്നു. അങ്ങനെ മുസ്ലിം ജീവിതത്തെ കഠിനവും യാന്ത്രികവുമാക്കുന്നു. അത് മൗലവി പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ഭൗതിക ജീവിതത്തിൽ ഒരു ഉന്നമനത്തിന് ശ്രമിക്കാൻ പോലും മുസ്ലിമിന് പറ്റാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് അതിലുള്ളത്. യാതൊരു ആവിഷ്കാരങ്ങൾക്കും സ്വാതന്ത്ര്യമോ സാവകാശമോ ലഭിക്കാനാവാത്ത വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ. ഈ ആദ്യകാല കുടുംബ വ്യവസ്ഥയിൽ ഇതൊന്നും നമ്മൾ വാസ്തവത്തിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉപ്പ നേരത്തെ മരിച്ചുപോയി, ഞങ്ങൾ 9 പെൺകുട്ടികളായിരുന്നു. ഇത് സംഭവിച്ചതിന് പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പലപ്പോഴും അറിയണില്ല, പലരും ഈ ഒരു പ്രശ്നം ഉള്ളത് അറിയുന്നില്ല. ഈ പുതിയ കാലത്ത് അറിഞ്ഞെങ്കിൽ തന്നെ അത് സഹിക്കലേ പതിവുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീ മുന്നോട്ട് വരുന്നു, വിദ്യാഭ്യാസം നേടി, അവൾ കുടുംബച്ചെലവ് നടത്തുന്നു. ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ഭർത്താവ് കുടുംബം നോക്കുന്ന പോലും ഉണ്ടാവില്ല, സ്ത്രീ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പാരൻസിനെ പോലും ഈ സ്ത്രീ തന്നെ അവളുടെ ശമ്പളം കൊണ്ട് പരിപാലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പോലും ഈ നിയമങ്ങൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞുതരാം, ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ അച്ഛൻ നോക്കുന്നില്ല, ഭർത്താവ് വിട്ടുപോയി, വേറെ കല്യാണം കഴിച്ചു, ഒരു മകനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മകൻ അത്ര മക്കളെന്ന് വിചാരിച്ചോളൂ. ആ മകൻ പഠിച്ചു, വലുതായി, സമ്പാദ്യമായി. അവൻ പെട്ടെന്ന് മരിക്കുന്നു. അവൻ പെട്ടെന്ന് മരിക്കുമ്പോൾ അവൻ്റെ സമ്പാദ്യം എന്താവും? അവൻ്റെ സമ്പാദ്യത്തിൻ്റെ 5/6 ഇവർ നോക്കാത്ത അച്ഛന് പോകും. 1/6 മാത്രം ഈ അമ്മയ്ക്ക് അവകാശമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ അനീതിയല്ലേ? അപ്പോൾ ഇതൊക്കെ
വാസ്തവത്തിൽ വക്കം മൗലവി ഇതൊക്കെ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു എന്താ പറയുക, ഈ ശരീഅത്ത് ഈ സ്കൂളുകൾ അതിനെയും പിൻപറ്റാതെ സ്വതന്ത്ര ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ നീതി നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സ്ത്രീ ഇന്ന് നിസ്സഹായയാകുന്നത് മതനേതൃത്വം കൊണ്ട് മാത്രമല്ല. ഇന്ത്യ അവൾ ജീവിക്കുന്ന, അവളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്വാഭിമാനിയാക്കിയ, സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടന തന്നെ, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ തന്നെ സ്ത്രീക്ക് കുരുക്കാവുന്നു. അതല്ലേ? അതാണ് പ്രശ്നം. കാരണം ഇസ്ലാമിക അല്ലെങ്കിൽ ഭരണഘടനയിൽ അംബേദ്കറും നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ വ്യക്തി നിയമങ്ങളിൽ ടച്ച് ചെയ്തിട്ടില്ല. വ്യക്തി നിയമം, പേഴ്സണൽ ലോസിനെ തൽക്കാലം ടച്ച് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു കാലം അതായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലം. മുസ്ലിങ്ങളൊക്കെ അരക്ഷിതരാണ്, നമുക്കിവിടെ നീതി കിട്ടുമോ എന്ന് സംശയമുള്ളൊരു കാലത്ത് മുസ്ലിങ്ങൾ അരക്ഷിതർ, സിഖുകാർ അരക്ഷിതർ, അങ്ങനെയുള്ളൊരു കാലത്ത് ഹിന്ദുരാജ്യമാവുമോ എന്നൊക്കെ ഭയമുള്ളൊരു കാലത്ത് അന്ന് പേഴ്സണൽ ലോ ടച്ച് ചെയ്തിട്ടില്ല. പേഴ്സണൽ ലോ അതുപോലെ ഇരിക്കട്ടെ. 1937 ഉണ്ടാക്കിയ പേഴ്സണൽ ലോ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു നിയമ പണ്ഡിതൻ, അദ്ദേഹം ഒരു പാഴ്സിയായിരുന്നു, അദ്ദേഹം എഴുതി വെച്ച പേഴ്സണൽ ലോസാണ് ഇസ്ലാമിൽ ഉള്ളത്. ക്രിസ്ത്യാനികളുടെ അതിനേക്കാളും ഭീകരമായിരുന്നു. മേരി റോയുടെ കഥയൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അവർ മാറ്റി. അപ്പോൾ ഈ അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് അധികം വൈകാതെ ചർച്ചകൾ നടത്തി എല്ലാ വ്യക്തി നിയമങ്ങളിലെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും സാധ്യമായില്ല. കാരണം ഓരോ പ്രാവശ്യവും അതിനുവേണ്ടി ശ്രമങ്ങളുണ്ടാവുമ്പോഴും സാമുദായിക നേതൃത്വത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവുന്നു. ഇത് ഇസ്ലാമിൽ നിന്ന് മാത്രമല്ല, ഹിന്ദു നിയമം UCC, അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ അംബേദ്കർ ചെയ്ത് ഹിന്ദു നിയമം പരിഷ്കരിക്കാനായിരുന്നു. ഹിന്ദു നിയമം പരിഷ്കരിക്കാൻ ശ്രമിച്ച അന്നത്തെ നിയമമന്ത്രിയായ അംബേദ്കറെ അതിഭീകരമായിട്ട് ഹിന്ദു മതമൗലികവാദികൾ ആക്രമിക്കുകയും അവസാനം അംബേദ്കർ രാജിവെക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് 1952. അപ്പോൾ ഇത് എല്ലാ സമുദായ നേതൃത്വവും ആഗ്രഹിക്കുന്നത് പുരുഷപ്രധാനമായിട്ടുള്ള, പുരുഷന് മുൻകൈയുള്ള ഒരു പേഴ്സണൽ ലോ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നടന്നില്ല, UCC നടന്നില്ല. ഇന്നെന്താണ്, ഇന്ന് UCC ഞാൻ ആവശ്യപ്പെടുന്നില്ല, ജനാധിപത്യവാദികൾ ആരും ആവശ്യപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം ആരുടെ കയ്യിലാണ് ഇന്ന് നിയമനിർമ്മാണം ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇന്ന് ന്യായയുക്തമായിട്ടുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ് ഒരിക്കലും ഉണ്ടാവില്ല. ദേ ആർ വെരി ആങ്ഷ്യസ് ടു മേക്ക്, അല്ലേ? അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 നിയമ കമ്മീഷൻ വെച്ചു, ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു എന്ന് വരുത്താൻ വേണ്ടി നിയമ കമ്മീഷൻ വെച്ചു. ഞങ്ങളൊക്കെ കൊടുത്തു. 2ാമത്തെ നിയമ കമ്മീഷനിൽ ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾക്ക് UCC വേണ്ട, വ്യക്തി നിയമങ്ങൾ പരിഷ്കരിച്ചാൽ മതി എന്ന് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ പാവപ്പെട്ട മുസ്ലിം സ്ത്രീയെ സഹായിക്കുകയാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു കോഡ് കൊണ്ടുവരുമോ എന്നുള്ള അതിശക്തമായിട്ടുള്ള ഭയം നമുക്കുണ്ട്. അതിനടിസ്ഥാനങ്ങളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ട്രിപ്പിൾ തലാഖ് ബില്ല് എന്തായിരുന്നു? കോടതി തന്നെ പറഞ്ഞു ട്രിപ്പിൾ തലാഖ് 3 പ്രാവശ്യം ഒന്നിച്ച് തലാഖ് ചൊല്ലി സ്ത്രീയെ പുറത്താക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഒരു നിയമനിർമ്മാണം ഇവർ കൊണ്ടുവന്നു. എന്ത്? ട്രിപ്പിൾ തലാഖ് ചൊല്ലുന്ന പുരുഷനെ ബെയിലില്ലാതെ ജയിലിലിടാം. പിന്നെ അയാൾ പ്രൂവ് ചെയ്യണം, അയാൾ 3 പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അയാൾ പ്രൂവ് ചെയ്തോളണം. ഇതാണ് ട്രിപ്പിൾ തലാഖ് ബില്ല്. അപ്പോൾ എന്നോടൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ട്രിപ്പിൾ തലാഖ് ബില്ലിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? നല്ലതല്ലേ മുസ്ലിം സ്ത്രീകൾക്ക്? അപ്പോൾ ഒരു നന്മയുടെ പരിവേഷം കൊടുത്തുകൊണ്ട് ഏറ്റവും ഹീനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലത്ത് നമുക്ക് UCCയെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. വ്യക്തി നിയമ പരിഷ്കാരം തന്നെയേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അധികം നേരമായോ, കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഒന്ന്, ഞങ്ങൾ ചെയ്യുന്നൊരു ഈ ഫോർജം ചെയ്യുന്ന ഒരു കാര്യം സ്പെഷ്യൽ മാരേജ് ആക്ട് 15, കാരണം ഞങ്ങളും ശ്രമിക്കുന്നുണ്ട് കുറേ ഈ വ്യക്തി നിയമ പരിഷ്കരണത്തിന് വേണ്ടി. ഇസ്ലാമിൻ്റെ അകത്തുനിന്ന് തന്നെ വരട്ടെ ചോദ്യം, അതാരും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ചെയ്യുന്നത്
കൊല്ലങ്ങൾക്ക് മുമ്പ്, ദശകങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ ആളുകൾക്കും ഇന്ന് വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരിക്കും അപ്ലിക്കബിൾ ആവുക. അതായത് കുട്ടികൾക്ക് ആണിനും പെണ്ണിനും ഈക്വൽ ഷെയർ കൊടുക്കാം. പെൺകുട്ടികൾ മാത്രമുള്ളവരായാൽ മറ്റേ നിയമം ബാധകമാകില്ല. അതായത് 1/3 വേറെ ആർക്കെങ്കിലും പോകും എന്നുള്ള നിയമം ബാധകമാകില്ല. അതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരിക്കും ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് SMA 15 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഷുക്കൂർ വക്കീൽ അത് ചെയ്തു. ഷുക്കൂർ വക്കീലും അവർ അത് ചെയ്തു. അത് നല്ല പരസ്യമാക്കി കൊടുത്തു. അതിനുശേഷം ഞങ്ങളുടെ തന്നെ കൺവീനർ നെജു ഇസ്മായിൽ ചെയ്തു. ഇപ്പോൾ പല പ്രായമായ ആളുകൾ 70+ ഉള്ള ആളുകളൊക്കെ SMA പ്രകാരം 2ാം വിവാഹം ചെയ്തുകൊണ്ട് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പടം വരികയാണ്. അതിനും ഭയങ്കര ഇഫക്റ്റ് ഉണ്ട്. കാരണം ഇങ്ങനൊരു വഴിയുണ്ട്. ഞാൻ ആലോചിക്കുന്ന കുമാരനാശാൻ്റെ കവിത ശകലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മതുകളി നിങ്ങളെത്താൻ മാറാൻ തയ്യാറല്ലെങ്കിൽ ഇങ്ങനെ ചില വഴികൾ ഉണ്ടായി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഞാനൊരു അത്ര ചെറുതല്ല, ഞാൻ ഡൽഹിയിൽ ഈയിടെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ സംബന്ധിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ ഫോർജമിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പോയത്, മുസ്ലിം സംഘടനയുടെ പ്രതിനിധിയായിട്ട്. മുസ്ലിം സമ്മേളനമായിരുന്നില്ല അതൊരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയാണ് നടത്തിയത്. ഒരു ഫ്രീ യൂണിവേഴ്സിറ്റി ജർമ്മനിയിലെ ടാഗോർ ഇൻ്റർനാഷണൽ സ്റ്റഡീസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തിയത്. അതിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു, ബുദ്ധ, സിഖ്, ദളിത് വിഭാഗത്തിലെ ട്രാൻസ് വ്യക്തികളൊക്കെ പേപ്പർ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 3-4 പേപ്പറുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള, മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്തവരും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനതിൽ പോയത്. അപ്പോൾ അതിൽ ഉണ്ടായ വിഷയങ്ങൾ ഒന്ന് മെഹമ്മൂദ് ഗൂരിയ തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ മെഹമ്മൂദ് ഗൂരിയ, ഇസ്ലാമിക് ലോ ആൻഡ് സർക്കുലേഷൻ പറഞ്ഞ ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേപ്പർ മരുമക്കത്തായത്തെ പറ്റിയായിരുന്നു. മരുമക്കത്തായം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതാണ് ഞാൻ കാലം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വക്കം മൗലവി മരുമക്കത്തായത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് അമാനവികമാണ്, അത് മാറ്റേണ്ടതാണ്. ഹിന്ദു സമുദായം തന്നെ അത് മാറ്റി, എന്നിട്ടും ഇസ്ലാമിൽ ഇത് നിലനിൽക്കുന്നുണ്ട്, അത് സ്ത്രീവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സീതി സാഹിബും അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ചിലർ പറയാൻ മരുമക്കത്തായം വളരെ സ്ത്രീ സൗഹൃദപരമാണ്, സ്ത്രീക്ക് സ്വത്ത് സ്ത്രീയുടെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് ഭർത്താവിനെ സ്വീകരിക്കാനും ഒഴിവാക്കാനും ഒക്കെയുള്ള വളരെ സ്വാതന്ത്ര്യമുണ്ട്, ഇന്ദുലേഖയൊക്കെ പറയുന്ന പോലെ. പക്ഷേ സത്യം അതൊന്നുമല്ല എന്നുള്ളതും നമുക്കറിയാം അല്ലേ. മാട്രിലീനിയൽ സിസ്റ്റം ആണെങ്കിൽ പോലും ഈ സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അമ്മാവന്മാരാണ്, അത് വേറെ കാര്യം. പിന്നെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നതും 14 വയസ്സായ കുട്ടികളെയൊക്കെയാണ് ഈ നമ്പൂരിമാരുടെ മണിയറയിലേക്ക് തള്ളിവിടുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ചില നല്ല കാര്യങ്ങളും ഉണ്ട്. ഇന്ന് ഇസ്ലാമിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മാട്രിലീനിയൽ സിസ്റ്റം. അതാണ് മുഹമ്മദ് ഗൂരിയെ പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ വളരെ ഫ്ലെക്സിബിളാണ്, നമ്മളീ പറയണ പോലെ കാർക്കശ്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്ന ഈ നിയമങ്ങൾ നമ്മൾ ഇന്ത്യൻ ഓഷനിലൂടെ സഞ്ചാരികൾ സഞ്ചരിച്ചപ്പോഴാണ് ഈ നിയമപുസ്തകങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ശ്രീലങ്ക, കേരളം, ഇന്തോനേഷ്യ ഇവിടങ്ങളിലൊക്കെ ഇസ്ലാം എത്തിയത് അങ്ങനെയാണ്, ഈ നിയമപുസ്തകങ്ങളും എത്തിയത് അങ്ങനെയാണ്. ഈ ഏരിയകളിലൊക്കെ ഈ സമുദ്രസഞ്ചാരികളായ പുരുഷന്മാരുള്ളിടത്തൊക്കെ സ്ത്രീകൾ ശക്തരായിരുന്നു. സ്ത്രീകളാണ് കൃഷിയൊക്കെ നടത്തിയിരുന്നതും അവരായിരുന്നു ശരിക്കും ഇവിടെ നമ്മളുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു മരുമക്കത്തായത്തിൻ്റെ ശക്തിയോടെ ജീവിക്കുന്ന സമൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രശ്നമല്ല, അവരൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷേ മരുമക്കത്തായം അവർ നിലനിർത്തുന്നുണ്ട്. കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ കുറ്റിച്ചിറയിലൊക്കെ മുസ്ലിങ്ങൾ മരുമക്കത്തായമുണ്ട്. ഞങ്ങൾ ഈ ഫോർജമിലെ തന്നെ ഒരു അംഗം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ സ്ത്രീധന പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ സ്ത്രീ ശക്തിയാണ്, പുരുഷൻ വരുന്നത് സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീധനത്തിന് കടമ്പെടുത്തൊന്നും അതിലില്ല. അപ്പം നമ്മൾ
ഇതിനെല്ലാം നന്മയും തിന്മയും ഉണ്ട്. ഇതൊക്കെ ഫ്ലെക്സിബിളാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വക്കം മൗലവി അന്ന് പറഞ്ഞ കാലത്ത് അതൊരാവശ്യം ആയിരുന്നിരിക്കാം. പക്ഷേ അത് ഓരോ കാലത്ത് ഓരോ പ്രദേശത്ത് ആ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് അതൊക്കെ നിന്നിരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പല പേപ്പറുകളും ഉണ്ടായതിൽ ഇദ്ദേഹത്തിൻ്റെ പേപ്പർ അതായിരുന്നു. വേറൊന്ന് യു പിയിൽ നിന്നുള്ള ഒരു റസാഖ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പഴയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നല്ലോ, നാട്ടുരാജാക്കന്മാർ, രാംപൂർ, ഭോപ്പാൽ, ഹൈദരാബാദ് ഇവിടങ്ങളിലുള്ള ഈ രാജ്യങ്ങളിലെ ചില സ്വത്ത് തർക്കങ്ങളും സുന്നി ഷിയ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ രണ്ടിൻ്റെയും നിയമം വ്യത്യാസമുണ്ട്. അതിൻ്റെ ചില കൺഫ്യൂഷൻസൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വളരെ ശക്തരായ സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെഹറുന്നീസ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജവനിത എൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതം പകർത്തി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വേറൊരു അലീന നഖ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരി തന്നെയാണ്. പക്ഷെ അവർ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. 25 വയസ്സേ ആയിട്ടുള്ളൂ. അവൾ അവതരിപ്പിച്ചത് വഖഫ് നാമകൾ, വഖഫ് ഇന്ന് വലിയ എന്താ പറയുക, നമ്മൾ ചർച്ച ചെയ്യുന്ന വഖഫിനെ പറ്റിയാണ്. അപ്പോൾ അവർ ഷിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ വഖഫ് നാമകൾ ഒരു 10-12 എണ്ണം അവർ നോക്കിയിട്ട് അവർ പറയുന്നത് സ്ത്രീകൾ വഖഫ് കൊടുക്കുക, സ്ത്രീകൾ അവരുടെ സ്വത്ത് വഖഫായിട്ട് പള്ളിക്കും അങ്ങനെയൊക്കെ കൊടുക്കുന്നു. പക്ഷെ അവരുടെ ആ ഒരു വഖഫ് നാമ എന്ന് പറയുന്ന അതിൽ എത്ര ബുദ്ധിപരമായിട്ടുള്ള നിബന്ധനകളാണ് സ്ത്രീകൾ വെച്ചിരിക്കുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെയും വഖഫ് നൽകിയ മതസ്ഥാപനങ്ങളുടെയും ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും മട്ടിലുള്ള കരാറുകൾ അതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ശക്തരായ സ്ത്രീകൾ അന്ന് നിലനിന്നിരുന്നു. പക്ഷെ അവിടെയും ഷാഫി, അതായത് സുന്നിയും ഷിയ വിവാഹങ്ങൾ നടന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പേപ്പറുകളൊക്കെ പോരാടാൻ കെൽപ്പും സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിരുന്നവരുടെ കഥകളാണെങ്കിൽ അങ്ങനെയല്ലാത്ത സ്ത്രീകളുടെ കഥകൾ അവതരിപ്പിച്ചത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാശ്മീരിലെ അർദ്ധവിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയോന്നറിയില്ല, ജയിലിലാണോന്നറിയില്ല, കാണുന്നില്ല, അവർ എവിടെയാണെന്ന് അറിയുന്നില്ല, വർഷങ്ങളോളം കാണാത്ത അവരെയാണ് അർദ്ധവിധവകൾ, ഹാഫ് വിഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു അനുഭവം ശരിക്കും കേൾക്കുമ്പോൾ ഇങ്ങനെ കരളിൽ കത്തി കൊണ്ട് വരയുന്ന പോലത്തെ സങ്കടം തോന്നും അത് കേൾക്കുമ്പോൾ. നമുക്കറിയാം കാശ്മീരൊക്കെ എത്ര സഫർ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ്. കാശ്മീരാണ്, പഞ്ചാബായാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായാലും കൊളോണിയൽ കാലത്തും അതേപോലെ തന്നെ പാർട്ടീഷൻ്റെ കാലത്തും ഇന്ത്യയിൽ നിർത്താൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ സഹനം അതുപോലെ തുടർന്നു പോകുന്നു. ഇപ്പോൾ ശരിക്കും ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ പേര് ഫാമിലി ലോ ആൻഡ് ഡെമോക്രസി എന്നായിരുന്നു. അതായത് ഫാമിലിയെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് അവർ ഡെമോക്രസിയെ, ഇന്ത്യൻ ഡെമോക്രസിയെ, അതുപോലെ മറ്റു പല 5-6 രാജ്യങ്ങളിൽ അവർ നോക്കുന്നുണ്ട്, ഡെമോക്രസിയെ വിലയിരുത്തുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകളുടെ കഥ പറയുമ്പോഴേ ഈ പുരുഷന്മാർ പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഒരുപക്ഷെ കുടുംബനാഥനായിരിക്കാം, ഭർത്താവായിരിക്കാം, ചിലവർ വളരെ യുവതികളായിരിക്കും ഈ സ്ത്രീകൾ. അപ്പോൾ ഇവർ ഭയങ്കര പ്രശ്നത്തിലാണ്. ചിലപ്പോൾ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ടാവും. കുട്ടികളുടെ കാര്യം, കുട്ടികളെ വളർത്തുക, കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നൊരവസ്ഥ, മയക്കുമരുന്നിന് അടിമകളാകുന്നു കുട്ടികൾ, വിദ്യാഭ്യാസം ഇതായി പോകുന്നു, തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പോകുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ, അപ്പോൾ ഇവർ വിചാരിക്കും ഇവർ വിവാഹം കഴിക്കുക, ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു വരുമ്പോൾ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെയും കുരുക്കുകൾ വരികയാണ്. കാരണം അവിടെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. അതായത് ഹനഫി നിയമം അനുസരിച്ച് ദശകങ്ങളോളം ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ മാലിക്കി മദ്ഹബിൽ 4 വർഷം മതി, 4 മുതൽ 7 വർഷം വരെ ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഇവർക്ക് വേറെ വിവാഹം കഴിക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു, 7 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് വിവാഹം കഴിച്ചവർ കുഴിക്കലായി. അപ്പം ഇതാണ്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് അത് സാങ്ഷനാക്കി കിട്ടുന്നില്ല. അപ്പോൾ ഈ
സർക്കാരും അതേപോലെ തന്നെ മതനിയമങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് തിരിച്ചു വരും, ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചില ഇവർ പറയും, ഖാസിമാർ പറയും ആദ്യത്തെ വിവാഹം അസാധുവാണ്. വേറെ ചിലർ പറയും രണ്ടാമത് കഴിച്ച വിവാഹം അസാധുവാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മനസ്സാരും ചോദിക്കുന്നില്ല. അവർക്ക് ആരോടാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ സുരക്ഷ, ഇതൊന്നും ആലോചിക്കാതെ. അപ്പോൾ ഇതാണ് ഈ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഇവർക്കുണ്ടാകുന്ന അതിഭീകരമായ അവസ്ഥകൾ. അതോടൊപ്പം തന്നെ അവർക്ക് താങ്ങായി നിൽക്കേണ്ട മതനേതൃത്വവും ഇതുപോലെ ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് അവർ ഇത് അവതരിപ്പിച്ചത്. വേറെ എന്നുള്ളത് ഖുല എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. ഖുല എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പുരുഷനെ തലാക്ക് ചൊല്ലാനുള്ള ഒരു നിയമമാണ് ഖുല. പക്ഷേ ഈ ഖുല അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, അവൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഭർത്താവാണ് അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷമാണെങ്കിൽ അവൾക്ക് ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് 1939 ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുലയൊന്നും പറ്റില്ല, ഫസ്ക്. അതായത് കോടതിയിൽ പോകണം. കോടതിയിൽ പോയി കൊല്ലങ്ങളോളം കേസ് നടത്തി കോടതി സാങ്ഷൻ ആക്കണം. എന്തിന് വിവാഹമോചനം നടത്തുന്നു? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക സ്ത്രീയുടെ ഒരു അവസ്ഥ. അപ്പോൾ അതാണ് ഇതുവരെ, അതായത് ഖാസികൾ, ദാറുൽ ഖാസകൾ, അത് നമ്മുടെ പേഴ്സണൽ ലോ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് അത്രേ. പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ ദാറുൽ ഖാസകളുണ്ട്. വക്കം മൗലവി അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലെഴുതിന് ദാറുൽ ഖാസ അത് കൊണ്ടുവരരുത്, കാരണം തന്നിഷ്ടപ്രകാരം വെറുതെ അവർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും സ്ത്രീകളുടെ മേൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇത് പലയിടത്തുണ്ട്. ഹൈദരാബാദിലുണ്ട്, കാശ്മീരിലുണ്ട്. അപ്പോൾ ഈ ദാറുൽ ഖാസകൾ, ഈ ഹൈദരാബാദിലെ കാര്യമാണ് ഒരു സ്ത്രീ പ്രസൻറ്റ് ചെയ്തത്. ഇവിടെയൊക്കെ ഹൈദരാബാദിൽ ദാറുൽ ഖാസകളാണ് ഈ ഖുല അനുവദിച്ചു കൊടുക്കേണ്ടത്. സർക്കാരിൻ്റെതൊന്നും അവർ നോക്കണില്ല, ഭരണഘടനയൊന്നും അവർ നോക്കണില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സ്ത്രീകളെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തും. അപ്പോൾ ഇപ്പോൾ അടുത്ത് ആന്ധ്രയല്ല, തെലുങ്കാന അല്ലേ, അവർ ഒരു നിയമം കൊണ്ടുവന്നു. കോടതിയാണ് തീരുമാനിക്കേണ്ടത്, കുടുംബ കോടതി തീരുമാനിക്കട്ടെ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഒപ്പ് വേണം, കുലയ്ക്കും ഭർത്താവിൻ്റെ ഒപ്പ് വേണം. പിന്നെ അതേപോലെ മഹർ തിരിച്ചു കൊടുക്കണം, മഹർ കിട്ടിയതിനെ തിരിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഖാസിമാർ പറയണത്. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ അവതരിപ്പിച്ചത് ഇത് കുറച്ചും കൂടി ഫേവറബിളാണ് അവർക്ക് എന്നുള്ള രീതിയിലാണ്. കേരളത്തിൽ നമ്മൾ ഭരണഘടന അനുസരിച്ചാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 1921 കേരള ഹൈക്കോടതി അത് മാറ്റിയിട്ട് അവൾക്ക് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് സാധ്യമാകും എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറഞ്ഞൊരു തമാശയുള്ളൊരു കാര്യം കൂടി പറയാം. ട്രിപ്പിൾ തലാക്ക് വന്നതിന് ശേഷം, ട്രിപ്പിൾ തലാക്ക് നിയമം വന്നതിന് ശേഷം ഹൈദരാബാദിലിപ്പോൾ ട്രിപ്പിൾ തലാക്ക് കുറഞ്ഞു, ഖുല കൂടി. അതായത് സ്ത്രീകളെ നിർബന്ധിച്ചിട്ട് ഖുലയ്ക്ക് നിർബന്ധിക്കുകയാണത്രേ. അതായത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നുള്ള രീതിയിൽ. അവസാനത്തെ ഒരു സെഷനിലായിരുന്നു ഞാനും അത് അവതരിപ്പിച്ച. അതിൽ 2 പ്രധാന ഫെമിനിസ്റ്റുകൾ പേപ്പറുകൾ അവതരിപ്പിച്ചിരുന്നു. സെയ്ദ ഹമീദ്, ഓൾ ഇന്ത്യ വിമൻസ് ഫോറം ഫൗണ്ടർ മെമ്പറായിരുന്നു അവർ. അതേപോലെ സഹബ ഫാറൂഖി എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ അംഗമായിരുന്നു അവർ. അപ്പോൾ ഈ സഹമ ഫാറൂഖി അവതരിപ്പിച്ച പേപ്പർ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത്. അവർ പറഞ്ഞത്, അവർ അവതരിപ്പിച്ച പേപ്പർ എന്ന് വെച്ചാൽ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ, ഡൽഹി പ്രാന്തങ്ങളിൽ കഴിയുന്ന മുസ്ലിം സ്ത്രീകൾ, വിധവകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അവരുടെ ജീവിതമാണ് അവർ കണ്ടിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നേഹ ദീക്ഷിത് എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തക ഉണ്ടല്ലോ, അവരുടെ മെനി ലൈവ്സ് ഓഫ് സെയ്ദ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. വളരെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മെനി ലൈവ്സ് ഓഫ് സെയ്ദ എക്സ്. അത് ഒരു സെയ്ദയുടെ കഥ പറഞ്ഞുകൊണ്ട് ഈ ഡൽഹി നഗരപ്രാന്തത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ, അതിൽ പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങൾ പലയിടത്തുനിന്നും ഓടി വന്ന് ഡൽഹിയിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കുകയാണ്, അരിഷ്ടിച്ച് ജീവിക്കുകയാണ് അവർ ഓടി വന്നത് വാരാണസിയിൽ നിന്നാണ് ഈ സയ്യിദ. അപ്പോൾ ഇവള് നിരന്തരം മാറേണ്ടി വരുന്നുണ്ട്. ഇവളെ ബംഗ്ലാദേശിൽ നിന്ന് വിളിച്ചിട്ട് ഇതാക്കും. ഇവളാണെങ്കിൽ ഭയങ്കര കഴിവുള്ള സ്ത്രീയാണ്. കൈവേലകൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ അതാണ് ചെയ്യുന്നത്. ഈ ചുരിദാറിൻ്റെ മുകളിൽ ഇതൊക്കെ ഉണ്ടാക്കുക, ഈ ത്രെഡ് പിടിപ്പിക്കുക, അതേപോലെ ചെറിയ ചെറിയ മെഷീനറികളുടെ പാർട്ടുകളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കും. അത്ഭുതകരമായ രീതിയിൽ
വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു സെയ്ത. പക്ഷേ അവളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വലിയ ഷോപ്പുകളിൽ വിൽക്കപ്പെടുമ്പോൾ, വലിയ വിലക്ക് വിൽക്കപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന 10 റുപ്യൊക്കെയാണ്. ഈ ഒരു അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് നേഹ ദീക്ഷിതിൻ്റെ പുസ്തകത്തിലുള്ളത്. അത് ആ ഒരു കഥാപാത്രം വന്ന് നിൽക്കുന്ന പോലെയാണ് ഇത് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ നിർത്താൻ പോവാണ്. അപ്പോൾ ഈ സ്ത്രീ, ഇവർ പറഞ്ഞ ഒരു സ്ത്രീ ഒരു വിധവയാണ്. ആ ഒരു വിധവയാണ്. അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം. ഭർത്താവ് മരിച്ചുപോയി. അവരൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുകയാണ്. ഉടനെ വന്നു മതനേതൃത്വം. മുസ്ലിം സ്ത്രീ, അതും വിധവയാണ്. വിധവ അല്ലാത്ത മുസ്ലിം സ്ത്രീകളൊക്കെ നടത്തുന്നുണ്ടാവാം, വിധവ നടത്താൻ പാടില്ല. അങ്ങനെ അവൾക്കത് കൂട്ടേണ്ടി വന്നു. പിന്നീട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ജോലികൾ ചെയ്തിട്ട് ജീവിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ, അതേപോലെ ട്രാൻസ്ജെൻഡറായ വ്യക്തികൾക്ക് ഇസ്ലാമിക് ലോയിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ, ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര് മാറ്റിയത്, ഫോർജം എന്നാക്കിയത്, ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ്. ആണും പെണ്ണും അല്ലാത്തവർക്കും ഈക്വാലിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ 1-2 പ്രാവശ്യം സൂചിപ്പിച്ച്, ഓരോ നവോത്ഥാന പ്രവർത്തകൻ്റെയും ചിന്തകളിൽ, എഴുത്തിൽ, സംഭാവനയിൽ കാലത്തിൻ്റെ മുദ്രകളുണ്ടാകും. ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നവീനമായ വിഷയങ്ങൾ നിരന്തരം ഉയർന്നു വരും. അപ്പോഴും വിധികളിൽ നീതിയെ വീക്ഷിക്കുക. ഈ ഒരൊറ്റ വാചകം മതി. നീതിയാണോ നമ്മളിപ്പോൾ ഈ പറയുന്നത്, നീതിയാണോ എന്നാലോചിച്ചാൽ മതി. അപ്പോൾ നീതിയെ വീക്ഷിക്കേണ്ടവർ മൗനം പാലിക്കുകയാണെങ്കിൽ, അത് ഭരണ നേതൃത്വമാകാം, മതനേതൃത്വമാകാം, അതിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അന്നത്തെ വർക്ക്ഷോപ്പിൽ ഉയർന്നു വന്ന 2-3 പേര് പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം ഞാൻ. അവർ പറഞ്ഞത്, മറ്റ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഇന്ത്യയുടെ അന്തരീക്ഷം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ മുസ്ലിം സ്ത്രീകളുടെ ഫെമിനിസമാണ്, അത് ഫോർജമിനെ വെച്ചൊന്നുമല്ല പറഞ്ഞത് കേട്ടോ. അവർ പറഞ്ഞത് ജനറലി ഇറ്റ് ഈസ് സീൻ ദാറ്റ് മുസ്ലിം സ്ത്രീകളുടെ ആക്ടിവിസമാണെന്ന് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് ശരിയാണ്. അവർ എടുത്തു പറഞ്ഞത് CAA ആണ്, CAA സമരം. അപ്പോൾ നമുക്കറിയാം, മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം പുരുഷ നേതൃത്വം മുഴുവൻ ഇളകി, ഇന്ത്യ മുഴുവൻ ഇളകി സമരം നടത്തി. നിങ്ങൾ പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും, 1985-86 അത് അവരുടെ അവകാശത്തിൽ തൊടുകയാണ്. അപ്പോൾ അവരിളകി, ഇത് മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. ട്രിപ്പിൾ തലാക്ക് വന്നപ്പോൾ ആരും മിണ്ടിയില്ല. ഭയപ്പെട്ടായിരിക്കാം, ഒരുപക്ഷെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ പ്രവർത്തകരാണ് മിണ്ടിയത്. ഇത് ട്രിപ്പിൾ തലാക്ക് മനുഷ്യവിരുദ്ധമാണ്, അവരെ പിടിച്ച് ജയിലിലിട്ടാൽ ഈ സ്ത്രീകളും കൂടി അഫക്റ്റഡ് ആവുകയാണ്. അതേപോലെ ബെയിലില്ല, അവർ തെളിയിച്ചോളണം കുറ്റം എന്നുള്ള രീതിയിൽ ഇത് മനുഷ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞത് പൊതു ഫെമിനിസ്റ്റുകളും ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും ഒക്കെ തന്നെയാണ്. പക്ഷേ CAA അതൊരു മൊത്തം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. CAA എന്ന് പറയുമ്പോൾ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം, മുസ്ലിങ്ങളെ മാത്രം മാറ്റി ബാക്കിയുള്ളവർക്ക് മുഴുവൻ പൗരത്വം കൊടുക്കുക എന്ന സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ശക്തമായിട്ട് പ്രതിഷേധിച്ച ആളുകൾ ആരായിരുന്നു? അവർ മുസ്ലിം സ്ത്രീകളായിരുന്നു പ്രധാനമായിട്ട്. അവരിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമുദായ മുന്നേറ്റം ഇനി പ്രതീക്ഷിക്കേണ്ട എന്നുകൂടി സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. വക്കം മൗലവിയുടെ പുസ്തകവും കാലത്തെ അതിജയിക്കുന്ന അല്ലെങ്കിൽ മാർഗദർശകമാകാവുന്ന അഭിപ്രായങ്ങളും മുന്നോട്ടുള്ള പാതകളിൽ തീർച്ചയായിട്ടും വെളിച്ചമാകും. ഒപ്പം ഇന്ന് മാറ്റി നിർത്തപ്പെടുന്നൊരു സമുദായം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെപ്പറ്റി ഓർക്കുകയുമാവാം. എങ്ങനെയാണ് വക്കം മൗലവി നാരായണ ഗുരുവുമായിട്ട് ഇത്ര സൗഹാർദ്ദമുണ്ടായിരുന്നു? അപരപ്രിയം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അന്യൻ്റെ മതത്തെ മനസ്സിലാക്കി അവരോട് സ്നേഹവും സഹവർത്തിത്വവും നിലനിർത്തുക എന്നുള്ള, അത് വെറുതെ ഒരു സഹിഷ്ണുതയല്ല. ഫ്രറ്റേണിറ്റി എന്ന വാക്കിന് കൃത്യമായ അർത്ഥം സാഹോദര്യം അവർ മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് കൈകോർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു, വക്കം മൗലവിക്ക് സാധിക്കുന്നു. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മാനവികമായിട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരു അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും പുതിയ കാലത്ത് നമുക്ക് ഈ വക്കം മൗലവിയുടെ ഈ ആശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്.
ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവർക്കും സ്വീകരിക്കാവുന്ന ധാരാളം ആശയങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്ത ഡോക്ടർ സീതി ഇവിടെയുണ്ട്. ആ പുസ്തകത്തിനും വക്കം മൗലവിയുടെ ഓർമ്മകൾക്കും അനശ്വരത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. കുറച്ച് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. സന്തോഷം.